السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാനതരകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ജെൻഡർ രാഷ്ട്രീയത്തിന്റെ ദൈക്ഷണിക ഫലങ്ങൾ എന്നറിയപ്പെടുന്ന സമകാലിക സമൂഹത്തിൽ മുൻപ് ചർച്ച ചെയ്യപ്പെട്ടതും നമ്മുടെ കേരളീയ സമൂഹത്തിൽ വളരെയധികം കോലാഹലങ്ങൾ സൃഷ്ടിച്ചതുമായ ഒരു വിഷയവുമാണ് ജെൻഡർ രാഷ്ട്രീയം എന്നുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ 2-3 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിൽ ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ അനുവദിക്കുകയും അതിനെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ചില പ്രസ്താവനകൾ നടത്തുകയും അതിനെതിരെ കേരളത്തിലുള്ള മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഉസ്താദുമാരും മറ്റുള്ള വ്യക്തികളും ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് കഴിഞ്ഞ വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതും എന്നാൽ ഏറെ സങ്കീർണതയുമുള്ള ഒരു വിഷയമാണിത്. ജെൻഡർ രാഷ്ട്രീയം, അതിലുണ്ടാകുന്ന ദൈക്ഷണിക പ്രതിസന്ധികളും, ജെൻഡർ രാഷ്ട്രീയം സ്ത്രീയുടെയും പുരുഷന്റെയും കേവലമായ ഒരു ജെൻഡർ നിർണയിക്കുന്നതിനുള്ള ഒരു മുറവിളിയല്ല, മറിച്ച് അത് ലിംഗാടിസ്ഥാനത്തിലുള്ള ലിംഗാടിസ്ഥാനത്തിലുള്ള നിർമ്മിതികളെ ചോദ്യം ചെയ്യുകയും അതിജീവനത്തിനു വേണ്ടിയുള്ള ഒരു പോരാട്ടവുമാണ്. ജെൻഡർ ന്യൂട്രാലിറ്റിയിലുള്ള രാഷ്ട്രീയം എന്നുള്ളത് പലപ്പോഴും വളരെയധികം ദൈക്ഷണികമായ പ്രതിസന്ധികൾക്ക് ഇടയാക്കുന്ന വിഷയവുമാണ്. സമൂഹം പാരമ്പര്യമായി കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീയുടെ ഇടം, പുരുഷന്റെ ധർമ്മം തുടങ്ങിയ ചിട്ടപ്പെടുത്തിയ ചിന്തകളെ ജെൻഡർ രാഷ്ട്രീയം അത് പറ്റെ തകർത്തെറിയുകയാണ് ചെയ്യുന്നത്. ഇത് കാലങ്ങളായി തലമുറകളിലേക്ക് കൈമാറിയുന്ന വിശ്വാസങ്ങളെയും സദാചാര ബോധത്തെയും പിടിച്ചിലക്കുകയും ചെയ്യുന്നു. ഈ തകർച്ച പലരിലെയും ആശയക്കുഴപ്പങ്ങളിലേക്കും വഴി നടത്തുകയും ചെയ്യുന്നു. ഇനി ഇതിലുള്ളതായ ഒരു സമഗ്രതയുടെ അഭാവം നമ്മൾ നോക്കുകയാണെങ്കിൽ, രാഷ്ട്രീയം പലപ്പോഴും ഈ വിഷയത്തിൽ നമ്മൾ രാഷ്ട്രീയത്തെ കൊണ്ടുവരികയാണെങ്കിൽ രാഷ്ട്രീയം എന്നുള്ളത് ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ജെൻഡർ രാഷ്ട്രീയത്തിലെ ചർച്ചകൾ പലപ്പോഴും 2 ഭാഗങ്ങളായിട്ടാണ് തിരിയുന്നത്. അതിലൊന്നാമത് ഒരു ശരി തെറ്റ് എന്നറിയപ്പെടുന്ന അങ്ങനെയുള്ള 2 ഭാഗങ്ങളിലേക്ക് ഈ വിഷയം മാറും എന്നുള്ളതാണ്. പുരുഷനെ പൂർണ്ണമായും പ്രതിസ്ഥാനത്ത് നിർത്തുകയും സ്ത്രീയെ ഇരയായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങളും വ്യത്യസ്തമായ സൂക്ഷ്മമായ യാഥാർത്ഥ്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, അതിലുള്ളതായ ഭാഷാപരമായ നിർവചനങ്ങളുടെ പ്രതിസന്ധി, സ്ത്രീ, പുരുഷൻ, ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി എന്നിങ്ങനെയുള്ള ലിംഗ സമത്വങ്ങളെ കുറിച്ചുള്ള പുതിയ അറിവുകൾ നമ്മുടെ ഭാഷാപരവും സാമൂഹികപരവുമായ നിർവചനങ്ങളെ വളരെയധികം ആശയക്കുഴപ്പത്തിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനി എന്താണ് ലിംഗം, എന്താണ് ജെൻഡർ എന്നീ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഇന്ന് സമൂഹം ഉത്തരം കണ്ടെത്താൻ വളരെയധികം പ്രയാസപ്പെടുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ നമ്മൾ ചെയ്യേണ്ടത് തുറന്നതായ സംവാദങ്ങൾ ആരംഭിക്കുകയും വ്യക്തിപരമായ വികാരങ്ങളെക്കാൾ അറിവിനും യുക്തിക്കും മുൻഗണന നൽകുക എന്നുള്ളതുമാണ്. ജെൻഡർ രാഷ്ട്രീയത്തെ ഒറ്റ കാഴ്ചപ്പാടിൽ മാത്രം കാണാതെ അതിന്റെ വൈവിധ്യങ്ങളെയും സങ്കീർണതകളെയും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യണം. ജെൻഡറിനെ കുറിച്ചുള്ള ശരിയായ വിദ്യാഭ്യാസം നമ്മുടെ പാഠ്യപദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുകയും ചെയ്യണം. മാത്രമല്ല, മുൻധാരണകളെ മാറ്റിവെച്ച് തുല്യതയുടെയും മാനുഷികതയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ സമീപിക്കാൻ നമ്മൾ പഠിക്കുകയും ചെയ്യണം. ജെൻഡർ രാഷ്ട്രീയം ഉണ്ടാകുന്ന ദൈക്ഷണിക പ്രതിസന്ധികൾ ഒരു ദുരന്തമല്ല, മറിച്ച് ഒരു ചിന്തയുടെയും ഒരു പരിണാമത്തിന്റെയും ലക്ഷണമാണ്. ഈ പ്രതിസന്ധികളൊന്നും നമ്മൾ ഭയപ്പെടാതെ ആരോഗ്യപരമായ ചർച്ചകളിലൂടെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും അതുപോലെ തുല്യത എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഓരോ വ്യക്തിയും സ്വന്തം ധാരണകളെ നിയന്ത്രിക്കുകയും ചെയ്യൽ അനുവദനീയമാണ് എന്നാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.